ദേ ഈ ഒരു സൗണ്ട് കേട്ടിട്ട് വീട്ടിലിരുന്ന ഞാൻ പെട്ടെന്ന് ചാടി റോഡിലോട്ട് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഗായ്സ് ഇത്. ഈ ബൈക്ക് റൈഡേഴ്സ് എല്ലാം കൂടെ റാലിയായിട്ട് എങ്ങോട്ടായിരിക്കും പോകുന്നത്? എനിക്കും അറിയത്തില്ല. അങ്ങനെ അടുത്ത് നിന്ന് കുറച്ചു പേരെടുത്ത് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവരൊക്കെ നമ്മുടെ വില്ലേജിൽ ഒരു ക്രിസ്മസ് കാരൽ കഴിഞ്ഞു വരുവാണെന്ന്. ദേ കണ്ടില്ലേ സാന്റാക്ലോസ് വരെ ബൈക്ക് ഓടിച്ചു പോകുന്നത്. ക്രിസ്മസ് കാരൽ എന്തായാലും കഴിഞ്ഞു. എന്തായാലും നമുക്ക് ഇവരുടെ പിറകെ ഒന്ന് പോയി നോക്കിയാലോ? പോകാൻ വരട്ടെ. ഈ ക്യൂട്ട് കാറുകൾ നമുക്കൊന്ന് കണ്ടാലോ? എന്ത് രസമല്ലേ? എന്തായാലും വന്നതല്ലേ, കാറിന്റെ കൂടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാം. പിന്നെ കുറച്ചു നേരം ആ ക്രിസ്മസ് ട്രീ ഒക്കെ ഒന്ന് വായി നോക്കി അങ്ങ് നിന്നു. എന്നിട്ട് അവിടുത്തെ ഗിഫ്റ്റ് ഷോപ്പിലോട്ടൊന്ന് പോയി. ശരിക്കും ആ ഷോപ്പിൽ തിങ്സ് കണ്ടിട്ട് എൻ്റെ കണ്ണങ്ങ് തള്ളിപ്പോയി. എന്തോരം ക്യൂട്ടാണ് ആ തിങ്സ് ഒക്കെ കാണാനായിട്ട്. എല്ലാം നല്ല വെറൈറ്റി ഐറ്റംസും പലതരം വെറൈറ്റി കാൻഡിൽസും. അതിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പുഡിങ്ങിന്റെ മോഡലിലുള്ള ഈ കാൻഡിൽസ് ആണ്. പിന്നെ ഒരുപാട് ക്യൂട്ട് ക്രിസ്മസ് ഡെക്കറേഷൻസും എല്ലാം കണ്ട് വണ്ടർ അടിച്ചിട്ട് എന്ത് വാങ്ങണമെന്ന് ഫുൾ കൺഫ്യൂഷനിൽ നിന്ന് ഞാൻ ലാസ്റ്റ് ചൂസ് ചെയ്തത് എന്റെ ബർത്ത് സ്റ്റോണിലുള്ള ഈ ഒരു നെക്ലസ് ആണ്. നെക്ലസ് വാങ്ങി ഇറങ്ങി നേരെ പിക്കേ സ്ട്രോ എടുക്കാൻ പോയി. അതെന്താ സംഭവം എന്നല്ലേ, ഓരോ സ്ട്രോയ്ക്കുള്ളിലും ഒരു പേപ്പറിലായിട്ട് ഓരോ നമ്പേഴ്സ് ചുരുട്ടി വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ സ്ട്രോയിൽ നിന്ന് പിക്ക് ചെയ്ത സെയിം നമ്പർ ടേബിളിൽ ഇരിക്കുന്ന ഗ്ലാസ് ജാറിൽ ഏതിലെങ്കിലും ഒന്നിൽ കാണും. അപ്പോൾ ആ ഗ്ലാസ് ജാർ നമുക്ക് എടുക്കാം. ആ ഗ്ലാസ് ജാറിന്റെ ഉള്ളിൽ ഒരു സർപ്രൈസിങ് ഗിഫ്റ്റും കാണും. £1 ഇവർ ഈ സ്ട്രോയ്ക്ക് ചാർജ് ചെയ്യുന്നത്. ഈ കാശ് പോകുന്നത് ഡിമെൻഷ്യ കെയറിലോട്ടാണ്. ഇതിലെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് അറിയാമോ? എല്ലാ സ്ട്രോയിലും ഗിഫ്റ്റ് ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ £1 കൊടുക്കുന്ന എല്ലാവർക്കും ഗിഫ്റ്റ്. ഓരോ ജാറുകളിലും ഓരോ തരം വെറൈറ്റി ഗിഫ്റ്റുകളാണുള്ളത്. ഞാൻ മൊത്തത്തിൽ 4 സ്ട്രോ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ഫോട്ടോ ഹോൾഡർ, ദേ ഈ കാണുന്ന ഈ ക്യൂട്ട് ഡോളും പിന്നെ ഷവർ ജെല്ലും ബോഡി ലോഷനും ഒക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും കുറച്ചു നേരമാണെങ്കിലും കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ നല്ല രീതിക്ക് എൻജോയ് ചെയ്തു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ വില്ലേജിലെ ക്രിസ്മസ് വിശേഷങ്ങൾ. വീണ്ടും കാണാം. ടാറ്റാ.